നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരി കസ്റ്റഡിയിൽ. തിരുപുറം സ്വദേശി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. പത്തനംതിട്ട പോലീസ് നെയ്യാറ്റിൻകരയിലെത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഇത്തവണ നീറ്റ് പരീക്ഷ വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ അവസാനിക്കുമെന്ന് കരുതിയതാണ്. അതിനിടയിലാണ് ഇവിടെ നിന്നും ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാജ ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരിക്കുകയാണോ പ്രവീൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം, സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നെയ്യാറ്റിൻകരയിലേക്ക് പോയിരുന്നു. ഈ വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ ആ വിദ്യാർത്ഥി ഇന്നലെ പത്തനംതിട്ട പോലീസിന് മൊഴി നൽകിയത് നെയ്യാറ്റിൻകരയിലുള്ള അക്ഷയ സെന്ററിൽ നിന്നാണ് തനിക്ക് ഈ ഒരു ഹാൾ ടിക്കറ്റ് ലഭിച്ചതെന്നാണ്. അവിടെ ഒരു ജീവനക്കാരിയാണ് ഈ ഹാൾ ടിക്കറ്റ് നൽകിയതെന്നും ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയും ഇന്നലെ പത്തനംതിട്ട പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം നെയ്യാറ്റിൻകരയിലേക്ക് തിരിച്ചത്. അവർ ഇന്ന് രാവിലെ ഈ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു. അപ്പോൾ ഗ്രീഷ്മ ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ അമ്മയാണ് നീറ്റ് പരീക്ഷയ്ക്കായി അപേക്ഷ നൽകാനായി അക്ഷയ സെന്ററിലേക്ക് എത്തിയത്. പക്ഷേ താൻ കൃത്യസമയത്ത് അത് അപേക്ഷിക്കാൻ മറന്നുപോയി. പിന്നീട് ഹാൾ ടിക്കറ്റിന്റെ ആവശ്യത്തിനായി വീണ്ടും അമ്മ എത്തിയപ്പോൾ താൻ വ്യാജമായി ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഗ്രീഷ്മ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഡിവൈഎസ്പി ഇൻചാർജ് വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് പോകണമെങ്കിൽ അക്ഷയ സെന്റർ ജീവനക്കാരെ ചോദ്യം ചെയ്യണം എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഈ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ വിദ്യാർത്ഥിക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൾമാറാട്ടം, ഒപ്പം തന്നെ വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കി ഈ പരീക്ഷ അവിടെ ഉണ്ടായിരുന്ന ഒബ്സർവറെ തെറ്റിദ്ധരിപ്പിച്ച് പരീക്ഷ എഴുതാനുള്ള ശ്രമം നടത്തി എന്നീ കുറ്റങ്ങളാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ പരീക്ഷാ ഹാളിൽ നിന്നും ഈ വിദ്യാർത്ഥിയെ പത്തനംതിട്ട പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. പിന്നീട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും പേരും ഈ ഹാൾ ടിക്കറ്റിന്റെ മുകൾ വശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരാണ് എഴുതി ചേർത്തിരുന്നത്. അതാണ് ഒബ്സർവർക്ക് സംശയം തോന്നിയത്. പിന്നീട് ഈ ഒരു കാരണം കാണിച്ചുകൊണ്ട് പത്തനംതിട്ട പോലീസിനെ പരീക്ഷാ ഒബ്സർവർ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് പേർ എങ്ങനെ ഹാൾ ടിക്കറ്റിന്റെ രണ്ട് വശത്തായി പേർ വന്നു എന്നത് സംബന്ധിച്ചാണ് പ്രാഥമികമായി അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് അക്ഷയ സെന്ററിലേക്ക് അന്വേഷണം നീണ്ടതും ഇപ്പോൾ അക്ഷയ സെന്ററിലെ ജീവനക്കാരി ഗ്രീഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. അരുൺ, അപ്പോൾ ഒരുപക്ഷെ ആ ഒബ്സർവർ അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ആ വ്യാജ ഹാൾ ടിക്കറ്റുമായി വന്നയാൾ പരീക്ഷ എഴുതിയനെ അല്ലേ? അരുൺ, ഇന്നലെ രാവിലെ ഇവിടെയുള്ള മർത്തോമ സ്കൂളിലേക്കാണ് ആദ്യം പരീക്ഷാ സെന്റർ എന്ന് കരുതി ഈ വിദ്യാർത്ഥിയുടെ അമ്മയും എത്തിയത്. അതിനുശേഷം അവിടെ പരീക്ഷ നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള തൈക്കാവ് വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്ററിലേക്ക് എത്തിയത്. അതിനുശേഷം പരീക്ഷാ ഹാളിന്റെ ആ ഭാഗത്തേക്ക് എത്തുകയും ഈ കുട്ടി അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ ഒബ്സർവർ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ ഹാൾ ടിക്കറ്റിന്റെ മുകൾ വശത്ത് ഒരു പേരും അതിന്റെ അവസാന ഭാഗത്ത് മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരുമാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ പിന്നീട് പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല. വിവരം ഉടൻ തന്നെ തിരുവനന്തപുരത്തുള്ള നീറ്റ് എക്സാമിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററെ വിവരം അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പത്തനംതിട്ട പോലീസ് പെട്ടെന്ന് ഈ പരീക്ഷാ സെന്ററിലേക്ക് എത്തി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷമാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും പത്തനംതിട്ട പോലീസ് പോയത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.